ബസ്സിലെ യാത്രക്കാർക്കും പരിക്കുണ്ട്, ആംബുലൻസ് ഉള്ളവർക്കും പരിക്കുണ്ടെന്നാണ് അറിയുന്നത്. എത്ര പേർക്ക് പൂർണ്ണമായി പരിക്കുണ്ടെന്ന് വ്യക്തമായ ഒരു ധാരണയില്ല, നമുക്കില്ല. നമ്മൾ വന്നൊരു ഇവിടെ ക്ലിയർ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ അതൊരു പേഷ്യന്റ് കൊണ്ടുവന്നെന്നാണ് പറയപ്പെടുന്നത്. ഒരാൾ ഇടിച്ചപ്പോൾ ആംബുലൻസിനെ തെറിച്ച് വെളിയിലോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ദൃക്സാക്ഷികൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ഡ്രൈവർക്ക് പരിക്കുണ്ട്, ബസ് ഡ്രൈവർക്ക് ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കുണ്ടെന്നാണ് നാട്ടുകാർ കണ്ടത് അവിടെ ഇന്നും ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ വളരെയേറെ പുറത്തുനിന്ന് വരുന്ന ആൾക്ക് തന്നെ ഇവിടുത്തെ വളവോ കാര്യങ്ങളോ അറിയത്തില്ല. ഭയങ്കരമായ അപകടമാണ് നടന്നത്. ഈ പ്രാവശ്യം തന്നെ 15 അപകടം ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നടന്നിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. വളവ് നോക്കുന്നതിനോ അല്ലെങ്കിൽ വ്യക്തമായി ഇവിടെ ജനങ്ങൾക്ക് വണ്ടി ഓടിച്ചു വരുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇത് മാറ്റേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഭയങ്കരമായ രീതിയിലേക്ക് പ്രശ്നങ്ങളാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പിന്നെ ഇല്ലാത്ത ദിവസമായിട്ട് ഭാഗ്യമായി, അല്ലെ സ്കൂളിലെ ദിവസമൊക്കെ ആണെങ്കിൽ ഭയങ്കര അപകടമാണ് നമുക്കിവിടെ നടക്കേണ്ടത്. ഇതിന് അധികൃതർ വേണ്ടുന്ന നടപടികൾ എത്രയും വേഗം ഉണ്ടായില്ല എങ്കിൽ ഈ ശബരിമല സീസണിൽ വളരെ അധികം അപകടം ഇവിടെ ഉണ്ടാകും. ഈ ആംബുലൻസ് ഡ്രൈവറുടെ അവസ്ഥ എന്താ? പുള്ളിക്ക് നല്ല സീരിയസ് ആയിട്ടുണ്ട്. ഒരാൾ പുറത്ത് വീണു, നേരെ EMS കൊണ്ടുപോയിരിക്കുകയാണ് പത്രാവർക്ക്. അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. രോഗിയായിട്ട് വരുന്ന സേവാഭാരതി ആംബുലൻസാണ് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയ്ക്ക് നൽകിയിരുന്നതാണ്. അവിടെ നിന്ന് തിരുവനന്തപുരത്തിന് കൊണ്ടുപോയതാണ്. ഇത് ആംബുലൻസ് ഓവർടേക്ക് ചെയ്ത് കയറി വരുമായിരുന്നു. ഇതൊരു വളവാണ്, ഇത് ആർക്കും അറിയില്ല. പെട്ടെന്ന് ആർക്കും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അറിയില്ല. അടുത്ത് വരുമ്പോൾ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് വരുമ്പോഴേ അറിയുന്നുണ്ട്. 10-15 ആയിട്ടുണ്ട് അടുത്ത സമയത്ത് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം തന്നെ. ആർക്കും അറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ വളവ് നോക്കുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഇതിനെ വെച്ചാൽ പോലും അറിയുന്നില്ല. ആൾക്കാർക്ക് അറിയില്ല. ദൂരം നിന്ന് വരുന്നവർക്ക് നേരെ സ്കൂൾ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഈ വളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊൻകുന്നം റോഡ് ഏറ്റവും അപകടമുള്ള വളവാണ്. ശരിക്കും ഈ റോഡിന്റെ പ്ലാൻ അനുസരിച്ച് നിലവിലുള്ള ആ മൂലയ്ക്ക് വളവില്ലാതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പാലം. പിന്നീട് സ്ഥാപിത താല്പര്യക്കാർ വേണ്ടി ഈ റോഡിൽ വളവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഈ റോഡിൽ ഇങ്ങനെ അപകടം ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് കല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമിതിക്ക് വേണ്ടി സർവേ എഴുതി കൊടുത്തതാണ്. അപകടം ഈ വളവ് മാറ്റുക എന്നത് നടക്കാത്ത കാര്യമാണ്. മാത്രമല്ല ഇപ്പോഴും ആ കടയുടെ ഭാഗം റോഡിലേക്ക് തന്നെ നിർണ്ണയിക്കുകയാണ്. നമുക്ക് വീട്ടിലാണ് കാണാവുന്നതാണ്. അവിടെ വളവിൽ കടയുണ്ട്. ആ കടയുടെ പോൾവസ് സ്റ്റെയർ കേസൊക്കെ പുറമ്പൊക്കെ റോഡിലേക്ക് നിർണ്ണയിക്കുകയാണ്. ഇത് നേരത്തെ ഈ ഇലവന്താനത്തെ ഭാഗത്ത് കല്ലുണ്ടാകുന്ന നേരെ പിന്നെ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ ഭാഗത്തിലായിരുന്നു. ആ കല്ല് നേരിട്ടാണ് പിടിക്കുന്നത്. ആ കല്ല് പിന്നെ ക്രമത്തിൽ ഇവർ മാറ്റിയാണ് ഈ റോഡിന് ഇത്രയും വളവ് സൃഷ്ടിച്ചേക്കുന്നത്. ഭയങ്കര അപകടം ഉണ്ടാകുന്ന കാണിച്ച് പഞ്ചായത്ത് കമ്മിറ്റി റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ബന്ധപ്പെട്ട് ഈ നിലവിൽ യഥാർത്ഥ കല്ലുകൾ സ്ഥാനം ആ മൂലയ്ക്ക് കട രക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥ കല്ലുകൾ സ്ഥാനം മാറ്റി ഇട്ടാണ് റോഡ് പണിഞ്ഞേക്കുന്നത്. നമുക്ക് കണ്ടത് തന്നെ വളവ് ഈ റോഡിൽ വളവ് കൂടിയേക്കാണ്. ഇവിടെ ഇത്രയും വളവ് നേരത്തെ ഇല്ലായിരുന്നു. മാത്രമല്ല ഇത്രയും വളവുണ്ടായിട്ട് ഈ ഭാഗത്ത് പിന്നെ വേണ്ട ശ്രദ്ധ പുലർത്തണമെന്ന് കാണിച്ചുകൊണ്ട് ഏതാണ്ട് 18 കാര്യങ്ങൾ എഴുതി കലഞ്ഞൂർ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഞാൻ പിന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുത്തു. അതൊന്നും കാണാതെ വട്ടം കാണാതെ പ്രസിഡന്റ് അതിന് മടക്കിയിരിക്കുകയാണ്. അതിവിടെ ബമ്പ് വെക്കണം, ഇങ്ങനെയുള്ള നിലവിലെ കാര്യങ്ങൾ എഴുതണം. പഞ്ചായത്ത് കൊടുത്തതിൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അയച്ചു തരാം. നമ്മുടെ ഈ അപകടത്തിന് കാരണമായി ഈ വളവ് കഴിയില്ലയോ ഉമ്മ എന്ന റോഡിൽ നിന്ന് ബ്ലോക്ക് ഉണ്ടാക്കാതെ
വരൂ. Thank you.